ഹലോ ഗുഡ് മോർണിംഗ്. അന്നൂസ് ഇപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളത്താണുള്ളത്. എല്ലാവരും എനിക്ക് എറണാകുളത്ത് ചേച്ചി പുതിയ വീട് വാങ്ങിയൊന്നും ഒരിക്കലുമല്ല. ഇത് എറണാകുളത്ത് എനിക്ക് എൻ്റെ കമ്പനി, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി റെൻറ്റിനെടുത്ത് തന്നതാണ്. കാരണം നമുക്കിവിടെ എറണാകുളത്ത് കുറേ ഇവൻറ്റുകളും അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. എനിക്ക് കുറേ അഡ്മിഷനും വരുന്നത് എറണാകുളം, കോട്ടയം, കൊല്ലത്തൊക്കെയാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചേച്ചി ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് താമസിക്കുന്നത്. സോ ഇവിടെ വരുന്ന സമയത്ത് അവളുണ്ടാവും. എനിക്കെപ്പോഴും ഞാൻ ഭയങ്കര ഫാമിലി അറ്റാച്ച്മെൻറ്റ് കൂടിയ ആളാണ് കേട്ടോ. അപ്പോൾ ഫാമിലി അറ്റാച്ച്മെൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്നൊന്ന് വന്ന് കണ്ടിന്യൂസ് ആയിട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ആകുമ്പോൾ ചേച്ചീൻ്റെ പിള്ളേരെ അവരെയൊക്കെ ഒന്ന് കണ്ട് ഒക്കെ കഴിയുമ്പോഴേക്കും എൻ്റെ കുറച്ച് ടെൻഷനൊക്കെ ഫ്രീ ആവും. ഭയങ്കര ഹോം സിക്കാണ് എനിക്ക്. ഞാൻ ഓസ്ട്രേലിയയിലേക്ക് 3 മാസം നിൽക്കാൻ വേണ്ടിയിട്ട് വിസ എടുത്ത് പോയിട്ട് 9ാമത്തെ ദിവസം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്ന വ്യക്തിയാണ് ഞാൻ. ഓക്കെ, തള്ളു പറഞ്ഞതല്ല കേട്ടോ രാവിലെ തന്നെ. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം നമുക്ക്. പിന്നെ ഇത് കണ്ടോ, ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ചേച്ചി രാവിലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. ചപ്പാത്തി, മീൻ വറുത്തത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവൾ തന്നതാണ്. പിന്നെ ദാൽ കറിയുണ്ട്. പിന്നെ ഇന്നലെ ഞാനും അമ്മയും കൂടെ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിയതിൽ ഇരിപ്പുണ്ട് കേട്ടോ. കറുമുറു സാധനങ്ങൾ അത് കഴിക്കണം. പിന്നെ ഫ്രിഡ്ജിലാണെങ്കിൽ കോഴിമുട്ട അങ്ങനത്തെയൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ. ബ്രെഡും ബട്ടറും ഇരിപ്പുണ്ട്, അതൊക്കെ തിന്നണം നമുക്ക്. ചേച്ചി ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് താമസിക്കുന്ന ക്വാർട്ടേഴ്സ് കണ്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി വന്നത് ഇവിടുന്ന് കൊല്ലത്തുനിന്ന്. അപ്പോൾ ഇന്നിപ്പോൾ വേറെ കുറച്ച് 2-3 പരിപാടികൾ. നാളെ വീണ്ടും കൊല്ലത്ത് പോകണം. നാളെ വീണ്ടും കൊല്ലത്ത് പോയ ശേഷം നമുക്ക് മറ്റന്നാൾ നമ്മൾ വയനാട് പോകും അല്ലേ? മറ്റന്നാൾ ഞാൻ വയനാട് തിന്നാം നമുക്ക്. ഞാൻ കുടിക്കട്ടെ, നിങ്ങൾ കഴിച്ചു. പേരുകൾക്ക് എനിക്ക് ഒരു 13 വെച്ചാൽ ഇതുണ്ടോ, ഞാൻ ചപ്പാത്തി കഴിക്കുകയാണ്. അമ്മയ്ക്കൊക്കെയുള്ളത്. എനിക്ക് എന്തെങ്കിലും മീനെങ്കിലും ഇല്ലാതെ ഒന്നും ഭക്ഷണം അറിയില്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ നോൺ വെജ് വേണം കഴിക്കേണ്ടത് അതിൻ്റെ കൂടെ. ഓക്കെ, നമ്മൾ ലാവിഷായിട്ടൊന്നും കഴിക്കണം. നിങ്ങൾ പോവാറായോ? ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയായിട്ടോ നമ്മൾ താമസിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ഇത് കണ്ടോ, മുടി നരയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ ചെറുപ്പത്തിൽ കുറേ എണ്ണ ഇടുമായിരുന്നു, പിന്നെ അതുപോലെ ഡൈ ചെയ്തുകൊണ്ടാണ് നരയ്ക്കുന്നതെന്ന്. ഒരിക്കലും അല്ല, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മുടീൻ്റെ റൂട്ടിൻ്റെ ഉള്ളിലല്ലേ ഇതിൻ്റെ നരയൊക്കെ തീരുമാനിക്കുന്നത്, റൂട്ടിൻ്റെ പുറത്തല്ലല്ലോ. പിന്നെ മുടീൻ്റെ സ്ട്രക്ചറിനെ അത് ബാധിക്കുമായിരിക്കും. പിന്നെ എൻ്റെ അമ്മേൻ്റെ മുടി ബോംബെ മിഠായി പോലെയാണ്. അമ്മ ഇന്ന് വരെ ഡൈ ചെയ്യുമോ അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല. കുറേ തുണി അലക്കാനുണ്ട്, തുണി മടക്കാനുണ്ട്, 2 ദിവസത്തെ യാത്രേൻ്റെ തുണിയൊക്കെ അലക്കാനുണ്ട്. എന്താ തരീനേ? അയ്യോ അത് ശരിയാ. ഇവിടെ ചേച്ചീൻ്റെ പിള്ളേരൊക്കെ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര കളിയായിരുന്നു. ബട്ട് ഇന്ന് അവരൊക്കെ കൂടെ VBS വെക്കേഷൻ ബൈബിൾ സ്റ്റഡിക്ക് പോയി. സോ കളിക്കാൻ കൂട്ടില്ലാത്ത അന്നാടി മതിയോ നിനക്ക് കളിക്കാൻ? അന്നാടി മതിയോ? എന്താ കളിക്കണ്ട നമ്മള്? കളിക്കുടുക്ക വാങ്ങിട്ട് അന്നാണ്ടി വായിച്ചു തരട്ടെ. നമ്മുടെയൊക്കെ വെക്കേഷൻ എന്ന് പറയുന്നത് ചക്കേന്റെയും പ്ലാവിന്റെയും ഒക്കെ മേലെ കേട്ടോ. പ്ലാവിന്റെയും മാവിന്റെയും ഒക്കെ മേലെയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോക്ക്. ശ്രദ്ധിച്ചോക്ക്. അല്ലേ ഓർമ്മയുണ്ട്? മാങ്ങ പെറുക്കിയിട്ട് വരുമ്പോ പിന്നെ നിങ്ങളുടെ മാങ്ങ വാങ്ങിക്കാൻ നിൽക്കുന്ന വലിയ ആൾക്കാരെ ഓർമ്മയുണ്ട്. നമ്മള് ഞങ്ങൾക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നമുക്കൊരു വലിയൊരു എസ്റ്റേറ്റ് ഉണ്ട്. നമ്മുടെതല്ല കേട്ടോ, വിജയമന്ദിരം എസ്റ്റേറ്റ് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ഈ എസ്റ്റേറ്റിൽ പോയിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഈ പഞ്ചാരമാങ്ങയൊക്കെ ഇല്ലേ, കാറ്റടിക്കാൻ അതിൻ്റെ ചോട്ടിൽ കാവലിരിക്കും. കാറ്റടിച്ചുമ്പോൾ വലിയ മരം, അതിൻ്റെ ചോട്ടിൽ കാവലിരിക്കും. കാറ്റടിച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കുറേ പഞ്ചാരമാങ്ങയൊക്കെ കിട്ടും. ചിലപ്പോൾ രാവിലെ പോയാൽ വൈകുന്നേരം വരെയൊക്കെ ഇരുന്നിട്ടായിരിക്കും കാറ്റടിക്കുമ്പോൾ നമുക്കതൊക്കെ കിട്ടുക. പല പല മാവിൻ ചോടുകളുണ്ട് കേട്ടോ. പഞ്ചാരമാങ്ങ, കോമാങ്ങ, അങ്ങനെ പല ടൈപ്പ് മാങ്ങകളുണ്ട്. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ മാങ്ങ പെറുക്കി പുറത്തേക്ക് ഇറങ്ങുമ്പം പുറത്ത് കുറേ ക്വാർട്ടേഴ്സിൽ കുറേ താമസിക്കുന്ന ആളുകളുണ്ട്. അവരെന്ത് ചെയ്യുന്നറിയോ? ചെക്ക് പോസ്റ്റ് എന്നാണ് നമ്മളവരെ വിളിക്കുക. അവർ നമ്മുടെ കവറ് അങ്ങോട്ട് തരും. വലിയ ആളുകളല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അന്നൊക്കെ നമുക്ക് തിരിച്ചൊരു വാക്ക്, ഇന്നത്തെ പിള്ളേരെ മാതിരി ഒന്നുമല്ല, തിരിച്ചൊരു വാക്ക് നമുക്ക് പറയാൻ പേടിയാണ്. അവരത് കവർ തുറന്ന് നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് വിടുകയുള്ളായിരുന്നു. ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴമൊക്കെ അവർ തിന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വിളവെടിച്ചു. നമ്മൾ മാവിൻ ചോട്ടിൽ തന്നെ ഇരുന്ന് മാങ്ങ തിന്ന് അണ്ടി അവിടെ ഇട്ടിട്ട് വരാൻ തുടങ്ങി.
നിങ്ങളെ പഠിച്ചു സൂപ്പർ. പിന്നെ അല്ല പിടിച്ച് നിൽക്കണ്ടേ ഇവരുടെയൊക്കെ ഇടയിൽ. സമാധാനത്തിന് വേണ്ടി കർഷകണ്ടല്ലോ. അതെ, അമ്മത കാപ്പിയൊക്കെ ഉണ്ടാക്കി ചപ്പാത്തിയൊക്കെ എടുത്ത് ജോജുവിന് കൊടുക്കുക. ഇനിയിപ്പോൾ ജോജുവിൻ്റെ കൂടെ കളിക്കേണ്ടി വരും ഞാനൊന്നും, പിള്ളേരൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, നമുക്കൊന്ന് കളിക്കാം. ബാല്യകാലത്തിലേക്ക് അല്പം ഒരു യാത്രയാവാം. പിന്നെ അച്ഛൻ നമുക്ക് ഡൈജസ്റ്റ് വാങ്ങിത്തരുമായിരുന്നു, ഓർക്കുന്നുണ്ടമ്മ? യുറീക്ക, ഡൈജസ്റ്റ്, അങ്ങനെയുള്ള ബുക്കുകൾ. ബാലരമ. ആ ബാലരമ ഉണ്ടല്ലോ, ഒരു ശനിയാഴ്ച ആദ്യം ആരുടെ കയ്യിലെത്തുന്നത് അവരുടെ കയ്യിലായിരുന്നു ആദ്യം. എന്നിട്ട് ഭയങ്കര അടിയായിരുന്നു. അതിനുശേഷം അച്ഛൻ്റെ ഇതാക്കി ഒരാഴ്ച ഒരാളുടെ കയ്യിലാണെങ്കിൽ പിറ്റത്തെ ആഴ്ച വേറെ ആളുടെ കയ്യിലായിരിക്കും ആദ്യം. അങ്ങനെ അവർ വായിച്ചിട്ട് അടുത്ത ആൾക്ക് കൊടുക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള സിസ്റ്റമായിരുന്നു. നല്ല രസമായിരുന്നു. പഠിച്ചാൽ ഹോംവർക്കൊക്കെ ചെയ്തവർക്ക് കടലമുട്ടായി, അല്ലാത്തവർക്കില്ല. ഞാനെല്ലാം കരഞ്ഞു വാങ്ങുമായിരുന്നു. എനിക്ക് കടലമുട്ടായി കിട്ടുകയും ചെയ്യും, ചേട്ടാ ഹോംവർക്ക് ചെയ്യൂല. അതായത് കരഞ്ഞു വാങ്ങുമായിരുന്നു. ദേ ഓക്കെ, അപ്പം ഇന്നത്തെ ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ 2 സ്റ്റുഡൻസ് വന്നിരുന്നു. അവരോട് വർത്താനം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അമ്മ ചോറും കറിയൊക്കെ വെച്ചു. എന്താ വെച്ചേ നോക്കട്ടെ. അമ്മ ഇപ്പം ചിക്കനൊക്കെ വാങ്ങി കാണിച്ചിട്ട്. അമ്മമ്മ കള്ളം കയറി തന്നെ പറഞ്ഞു കൊടുക്കണം. കള്ളം കള്ളന്റെ പേര് ജോജു. കള്ളന്റെ പേര് ജോജു. ഭയങ്കര ചൂടായിട്ട് എറണാകുളത്ത്. എൻ്റെ മുഖമൊക്കെ അങ്ങനെ ചൊട്ടി പിടിച്ചിരിക്കുക. നീ എന്നെ കള്ളെന്ന് വിളിച്ചോണ്ട് ഞാൻ പോവാ. നാളെ പോട്ടെ, നാളെ പോട്ടെ. യോ എന്തൊരു ചൂട് എന്ന് വെച്ചാ എൻ്റെ ദൈവമേ, ഇമാതിരി ചൂട്. ഇവിടെ പിന്നെ കുറേ മരങ്ങൾ, മാവ്, രാവ്, എല്ലാ സാധനവും ഉണ്ട്. പക്ഷെ ആ പഞ്ഞി ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ മൊത്തം പഞ്ഞിയാണ് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, ഇവിടെ കുറച്ചൊരു ഇതുണ്ട്, ആശ്വാസമുണ്ട്. സിറ്റിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ആകെ 2 ആളുണ്ട്, ഇത്രയും ചെരുപ്പുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പുറത്ത് പോയി കേട്ടോ. പുറത്ത് പോയതുകൊണ്ട് ആ സമയത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം പെരുന്നാളായിട്ട് ഇവിടെയൊക്കെ മൊത്തം ബഹളത്തിൻ്റെ ഇടയ്ക്കാണ് പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങി. എന്തൊക്കെയാണ് വാങ്ങി കാണിച്ചില്ല. വന്നപ്പോൾ എനിക്ക് വിശപ്പില്ലായിരുന്നു കേട്ടോ. സോ നമ്മളവിടെ നിന്ന് കുറച്ച് നൂൽപുട്ട് വാങ്ങിയായിരുന്നേ. സൂപ്പർ മാർക്കറ്റിൽ നൂൽപുട്ട് വാങ്ങി. അമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. അമ്മ അതൊക്കെ കയറ്റി ഫ്രിഡ്ജിൽ വെച്ച്. ആക്ച്വലി എനിക്കാണെങ്കിൽ ഇതിനകത്ത് ഇപ്പം ഇത്തിരി കഴിച്ചേ പറ്റും, ഭയങ്കര കൊതി വരും. ആ സമയത്ത് വിശക്കുന്നില്ലാത്തതുകൊണ്ടൊക്കെ കയറ്റി ഫ്രിഡ്ജിൽ വെച്ച്. പിന്നെ ഇതേ മാമ്പഴം വാങ്ങി. അമ്മ ആ സാധനം ഉണ്ടോ നോക്കി നോക്കാം അമ്മ ഓൺലൈന്. ഇത് അമ്മ റോബസ്റ്റപ്പഴമൊക്കെ ഇത് അമ്മയൊക്കെ ഓൺലൈൻ വാങ്ങി വെച്ചതാണ്. അമ്മ ഭയങ്കര, അമ്മയ്ക്ക് എറണാകുളം എന്ന് പറയുന്നത് അറിയാത്തൊന്നുമില്ല. കാരണം അമ്മ പഠിച്ചത് ഇവിടെ മഹാരാജാസ് കോളേജിൽ. അതുപോലെ തന്നെ എന്താ പറയുക, അമ്മ ഇവിടെ എന്താ പറയുക, എറണാകുളം എല്ലാം അമ്മയ്ക്ക് അറിയാം. നമ്മൾ വന്നാലും നമുക്കൊന്നും അറിയില്ലെങ്കിൽ അമ്മയ്ക്കാണ് എല്ലാം അറിയാം കേട്ടോ. ഇവിടെ പാത്രങ്ങളൊന്നും നമ്മൾ എക്സ്ട്രാ വാങ്ങിയിട്ടൊന്നുമില്ല. ഇതെനിക്ക് എൻ്റെ കമ്പനി റെൻറ്റിനെടുത്തത്. ഞാൻ എത്ര പ്രാവശ്യം നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്കറിയില്ല. നമുക്കിവിടെ എപ്പോഴും വർക്ക് റിലേറ്റഡ് മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ വന്ന് നിൽക്കാനുള്ളതാണ് കേട്ടോ. ഞാൻ മാത്രമേ വന്ന് നിൽക്കാറുള്ളൂ, വേറെ സ്റ്റാഫൊന്നും വന്ന് നിൽക്കാറില്ല. സ്റ്റാഫൊക്കെ വരുമ്പം അവരവരുടേതായ വഴിക്കൊക്കെ പോവുകയാണ് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് കുറച്ച് ചിക്കൻ കറി എടുത്ത് ഇതിനകത്തൊഴിച്ച് ഉരുളക്കിഴങ്ങും ഇത്ര കറി മതി. ആർക്ക് മേരിക്ക് വേണോടി നൂൽപുട്ട്? നൂൽപുട്ട് വേണോ? ഉരുളക്കിഴങ്ങ് അതൊട്ട് ആണോ? ഇത് മൂടി വെച്ച് റെഡിയായോ? ഇനി ഈ നൂൽപുട്ടെടുത്ത് നൂൽപുട്ടൊന്ന് പൊട്ടിക്ക്. മണിപ്പുട്ടെടുത്ത് പൊട്ടിച്ച് നമ്മൾ ഈ ചിക്കൻ കറിയിലിട്ടിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? തിന്നാൻ പോകുന്നു. മാമ്പഴം തരി പഴുക്കാത്തത് വാങ്ങിയത്. മാമ്പഴം വാങ്ങി. പിന്നെന്താ വാങ്ങി? പിന്നൊന്നും വാങ്ങിക്കാം. രാത്രിയായി കേട്ടോ, സമയം രാത്രി. ഈ മണിപ്പുട്ട് പൊട്ടിച്ച് ഇതിനകത്തിട്ട് ഒരെണ്ണം ഇട്ടാൽ മതി. ചിക്കൻ കറിയിലൂടെ ചൂടാക്കി തന്നിട്ടെ. ഇവിടെ എല്ലാ സാധനവും ഉണ്ട്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് ഇപ്പം 4 മാസത്തോളമായി ഇവിടെ അപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ട്. വന്നപാട് ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചു. പിന്നെ കുറേ പാത്രങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. ഇടപ്പെട്ടി വീട്ടിൽ നിന്ന് കൽപ്പറ്റ വീട്ടിൽ നിന്ന് കിട്ടി. 2 കുക്കർ മാത്രം വാങ്ങി.
കുക്കർ വാങ്ങിയ കഥ പറയാതിരിക്കാൻ നല്ലത്. കുക്കർ വാങ്ങിയതും അവിടെ ഇടാവളെ. കുക്കർ ഒരു ദിവസം അടുപ്പത്ത് വെച്ചപ്പോൾ കുക്കറിൻ്റെ അടിഭാഗം ഇളകി വന്നു കേട്ടോ. ആ അടിഭാഗം ഇത് കണ്ടോ വാങ്ങിയിട്ടേ ഉള്ളൂ. പിന്നീട് വാറണ്ടി കാർഡൊന്നും കാണാത്തതുകൊണ്ട് ഞാനതവിടെ എന്താ ചെയ്യുന്നത് എന്ന് ഉദ്ദേശിച്ചു. അല്ലാതെ എന്ത് ചെയ്യാൻ, വാങ്ങിയിട്ടേ ഉള്ളൂ. വാങ്ങിയിട്ട് കുറച്ച്, അതായത് രണ്ടാമത്തെ ചെറുപയറോ പരിപ്പോ ഒന്ന് ചൂടാക്കാൻ നേരത്ത് പൊളിഞ്ഞെന്ന് ഈ മണിപ്പൊട്ടിട്ട് അങ്ങോട്ട് ചൂടാക്കിയിട്ട്. കാരണം അമ്മ നമുക്കൊന്നും വേണ്ടാന്ന് ഓർത്തിട്ടൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ, ഫ്രിഡ്ജിൽ വെച്ചോണ്ട് അതിൻ്റെ ഒരു തണുപ്പ് ഉണ്ടാവില്ലേ, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. മേരിക്കുട്ടി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചോടി, ചിക്കൻ കറി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോ, ഇത് കേടായി പോയല്ലോ. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ചൂടാവും, അത്ര ചൂടായാൽ മതി. നിനക്ക് വിശക്കുന്നുണ്ടോ? ഇത് വേണോ? ഇതിൻ്റെ മണടിച്ചത് എല്ലാവർക്കും വിശക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് കുറച്ച് കൊടുത്തേക്കാം. അന്നാൻ്റീൻ്റെ കൂടെ തന്നോ, അന്നാൻ്റീൻ്റെ കൂടെ തന്നോ. ഞങ്ങൾ കൊല്ലത്ത് പോയപ്പോൾ അവിടുത്തെ ഒരു ബേക്കറിയിൽ നിന്ന് കൊതിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുറുക്കും ഇതൊക്കെ വാങ്ങിയതാണ്. ഒന്നും നിന്നില്ല. ഇപ്പോൾ ബേക്കറി ഒന്നും ഇവിടെ ആർക്കും വേണ്ട കേട്ടോ. പിന്നെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കാണിച്ചേക്കാം. ഇതേ എല്ലാ സാധനങ്ങളുണ്ട്. എല്ലാം ഈ ഏലക്ക അങ്ങനത്തെ സാധനമൊക്കെ ഞാൻ ഇടപ്പെട്ടിന്ന് കുറേശ്ശെ കൊണ്ടുവന്നതാണ്. എന്തിനാ പിന്നെ വാങ്ങുന്നേ നോക്കിട്ട്. സാമ്പാർ പൊടി, സാമ്പാർ നമ്മൾ ഒരു തവണ പോലും വെച്ച് പിന്നെ ഉണ്ടാക്കണം. പിന്നെ ഗ്ലാസ്സൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിയതാണ്. പക്ഷെ കുരുമുളക് അങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ കൊണ്ടുവന്നു. ബ്രെഡൊക്കെ ഇതൊക്കെ അമ്മ വാങ്ങി വെച്ചതാട്ടോ. പിന്നെ മിക്സിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പഴയത് കൊണ്ടുവന്നു. പിന്നെ ഇവിടുത്തെ കുടിവെള്ളം നമ്മുടെ നാട്ടിലേക്ക് അത്ര അങ്ങോട്ട് വിശ്വസിച്ച് കുടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെന്താണ് ഇങ്ങനത്തെ പൈപ്പത്തെ വെള്ളം അങ്ങനെ കുടിക്കാൻ നമുക്ക് ധൈര്യമില്ല, ഒരുമാതിരി ചോരയുമാണ്. സോ നമ്മൾ ഇങ്ങനത്തെ ഒരു കുപ്പിയിൽ നമ്മൾ എപ്പോഴും വെള്ളം വാങ്ങും. ഇവിടെ കർട്ടനില്ല, ബാക്കി എല്ലാ റൂമിലും കർട്ടൻ. പിന്നെ കൊതുകുണ്ട് കേട്ടോ, നല്ലോണം കൊതുകെന്ന് വെച്ചാൽ കൊതുകിൻ്റെ കളിയാണ്. ചൂടായി നമുക്കത് തിന്നാം. അമ്മേൻ്റെ കുറച്ച് അച്ചാറും കൂട്ടിയിട്ട് വേണം തിന്നാൻ. അമ്മേൻ്റെ അമ്പഴങ്ങ അച്ചാറാണ് ഇത്. ഇവിടുത്തെ വിളിച്ചാലേ അമ്മേൻ്റെ അമ്പഴങ്ങ അച്ചാറാണ്. പിന്നെ എപ്പോഴും ഇവിടെ പൊടി പിടിക്കും കേട്ടോ, അങ്ങനത്തെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. ഭയങ്കര പൊടിയാണ്. അച്ചാറും കൂട്ടി കേട്ടോ. എപ്പോഴും ക്യാമറ ഇതാവുന്നുണ്ട്, എന്ത് ഫോക്കസ് ഔട്ട് ആവുന്നുണ്ട്. പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നൂൽപുട്ട് ഇതും കൂടെയൊക്കെ സൂപ്പർ. ചക്കരയാണെങ്കിൽ മോളാണെങ്കിൽ എൻ്റെ വീഡിയോ മുടങ്ങാണ്ട് കാണും കേട്ടോ. വീട്ടിലാണെങ്കിൽ അവളുടെ പപ്പ എന്താ ചെയ്യുന്നതെന്നുള്ളത് സിൻസി ക്യാമറയിൽ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുവേ. ഏത് സദാസമയത്ത് അവൾക്ക് അതിൻ്റെ ആക്സസ് ഉണ്ട്, ക്യാമറേൻ്റെ ആക്സസ് ഉണ്ട്. അപ്പോൾ എല്ലാ സമയവും അവൾ ക്യാമറ നോക്കിയിരിക്കലാണ് പണി. എന്നെ പിന്നെ അവൾ കാണുന്നത് യൂട്യൂബ് ചാനലിലാണ്. യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് പറയും, മമ്മി ഇന്ന് അങ്ങനെ ആയല്ലോ, എന്താ അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ച് ഓരോന്നിനും അഭിപ്രായം പറയും. അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, മമ്മി ക്യാമറ ഇങ്ങനെ ഇതൊക്കെ വീഡിയോ സൂം ഔട്ട് ആവുന്നുണ്ട്, മമ്മി ശ്രദ്ധിക്കുക എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. എന്താടാ എന്താ മാണ്ട നിനക്ക്? കള്ളനെ ഒളിച്ചിരുന്നോ? കള്ളനെ കാണില്ല. പിന്നെ ഇവിടെ ഡൈനിങ് ടേബിൾ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അവിടെ 2 കസേര, ഓരോ കുഞ്ഞിക്കട്ടിൽ, അത് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ സ്വഭാവം ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ജോലി എനിക്ക് മടുത്തിട്ടുണ്ട്. ഒക്കെ നിർത്തിപ്പോയാലോ എന്നൊക്കെ ഉള്ളതാണ്. എന്നാലും ആയിട്ടില്ല. അതിനൊരു നല്ല സമയം വരുമ്പോഴേ നിർത്താവുള്ളൂ. മോശം സമയം വരുമ്പോൾ നമ്മൾ നിർത്തിപ്പോകരുത്. അപ്പോൾ നല്ല സമയം വരട്ടെ, അപ്പോൾ നമുക്ക് നിർത്തിപ്പോകാം. എമ്പുരാൻ നിങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, കാണണം. അതിനൊരു സമയമാവട്ടെ, കാണാമല്ലോ. അതൊന്നും അർജൻറ്റുള്ള കാര്യമല്ലല്ലോ. കാരണം സാധാരണ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഞാൻ ആദ്യം ഉണ്ടാകും. എനിക്ക് 2 ടിക്കറ്റ് കിട്ടിയിട്ട് ഞാൻ ഗീവേ കൊടുത്ത് ഒഴിവാക്കട്ടോ ചെയ്തത്. സാധാരണ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടുണ്ടാകും. ഇപ്പോഴാണില്ലാത്ത. ഇവിടെ അലമാരില്ല, അതും ഒരു ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ബോക്സ് വാങ്ങിയിട്ട് ആ ബോക്സിനകത്താട്ടോ തുണിയൊക്കെ വെക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ പിന്നെ ഏത് സാഹചര്യത്തിലും ജീവിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഏത് സാഹചര്യം എനിക്ക് വൃത്തി വേണമെന്നേ ഉള്ളൂ, അല്ലാതെ സൗകര്യം വേണമെന്നില്ല. വൃത്തി, ശുചിത്വം അത് മസ്റ്റാണ്. ഓക്കെ, അപ്പം മണിപ്പൂട്ട് കഴിക്കാൻ പോവാണ്. സെറ്റായിട്ട് ഫ്രിഡ്ജുകൾ. ആരാടാ ഫ്രിഡ്ജ് തുറക്കുന്നത്? ഇവിടെ ചെറിയൊരു ഫ്രിഡ്ജ് വാങ്ങിയിട്ട്. ഫ്രിഡ്ജില്ലാതെ ഇവിടെ പറ്റിയതില്ല, കാരണം വെള്ളം പിന്നെ അതുപോലെ ഭക്ഷണം കേടാകും. അല്ലാതെ നമ്മൾ പൊട്ടിക്കല്ലേ, പൊട്ടിക്കേ. ഫ്രിഡ്ജ് വാങ്ങി വെച്ചിട്ടുണ്ട്. അച്ചാറും കൂട്ടി അങ്ങ് അടിക്കട്ടെ കേട്ടോ. അമ്മ ഇത് ഉണക്കിയിട്ട്, അമ്പഴങ്ങ ഉണക്കിയിട്ട് അച്ചാറാണ്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ എൻ്റെ ആണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. വേഗം കാണാം. ഇറ്റ്സ് മീ അന്ന ജോൺസൺ ഫ്രം മൈനസ്. ഇപ്പോൾ തിന്നു പറ ചോദിച്ചു. ബൈ, ഗുഡ് നൈറ്റ്.